ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം നല്ലൊരു പ്രഭാതം ആശംസിക്കുക. നേഹമോക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരു പനി, അതുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിൽ. ഇന്ന് ഞങ്ങളാണ് ഇത് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് പറയുന്നൊരു വിഷയം എന്തുവെന്നറിയാമോ ലിനി? നമ്മുടെ രാഷ്ട്രീയത്തിലെ ഇപ്പോൾ ഒരു വലിയ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രഷർ ശക്തിയായിട്ട് യുവാക്കൾ മാറിയിട്ടുണ്ട്, വിദ്യാർത്ഥികൾ മാറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായ രാഷ്ട്രീയ സാഹചര്യം ഭയങ്കരമാണ്. ഒരു 10-15 വർഷം, 10-12 വർഷം എന്ന് പറയാൻ BJP വന്നതിന് ശേഷം. കാരണം എല്ലാം ഒരു കണ്ണിൽ പൊടിയിടലായി മാറി. ജനങ്ങളത് തിരിച്ചറിഞ്ഞു. ഇന്നലെ തന്നെ ഫേസ്ബുക്ക് CJPയുടെ ലൈക്കും ഷെയറും കൂടുതലാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വ്യൂവേഴ്സിന്റെ എണ്ണം കൂടുന്നു. 30 മില്യനായി. BJPയുടെ 10 മില്യനേ ഉള്ളൂ. മെറ്റയെ വിളിച്ച് വരട്ടി. മനസ്സിലാവുന്നു? ഈ സാഹചര്യത്തിൽ ഇവിടെ എന്ന് പറഞ്ഞ ഒരു യഥാർത്ഥത്തിൽ പണ്ടത് ഹിറ്റ്ലറുടെ ഒരു സ്വേച്ഛാധിപത്യ വ്യവസ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് യുവാക്കൾ, കാരണം ജനം ഫ്രസ്ട്രേറ്റഡാണ് ഒരുവിധം. പിന്നെ ഇപ്പോഴത്തെ വരുന്ന തലമുറയൊന്നും ഒരു കാരണവശാലും ഇവർക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് കാണുന്നുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് യുവാക്കളുടെ രാഷ്ട്രീയം മുദ്രാവാക്യങ്ങളിൽ നിന്ന് ജനസേവനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ ചിന്തിക്കുന്നത്. അതായത് മഴ പെയ്യാനുള്ള സാധ്യത കൂടി. അപ്പോൾ ഈ യുവാക്കൾക്ക് നമ്മൾ പറയും ഇതൊരു ജൻസി പ്രക്ഷോഭം എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ അരാഷ്ട്രീയവാദമാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. മനസ്സിലാവുന്നോ? അപ്പോൾ അതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ യുവാക്കളുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി കുറച്ച് കാര്യം ഞാൻ പറയാം. ഇയാളായാലും ഞാനായാലും ഓക്കെ, രാഷ്ട്രീയത്തിൽ ഇച്ചിരി ക്വാളിറ്റി വേണം. മനസ്സിലാവുന്നോ? ഒരു എന്തെങ്കിലും അഭിപ്രായത്തിൻ്റെ പേരിൽ അല്ലെന്നുണ്ടെങ്കിൽ ആമാശയത്തിൻ്റെ പേരിൽ ഐഡിയോളജി മാറ്റേണ്ടവരല്ല. അതായത് രാഷ്ട്രീയത്തിന് ഒരു ആദർശ ശുദ്ധി ഉണ്ടാവണം. അത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണെന്ന് ഈ പറയുന്ന അല്ല, അവരെയൊക്കെ ഇനി മാറ്റാൻ പറ്റത്തില്ല. ഇനി വരുന്ന കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി പോകാന്നുള്ളതേ ഉള്ളൂ. ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ കുട്ടികൾ കയറി വരണം. മനസ്സിലാണോ? യഥാർത്ഥ ജനസേവനം എന്ന് പറയുന്നത് ഈ BJP ഇപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചു. എന്താണ് അവരിപ്പോഴും പറയുന്നത്? പഴയ കാലഘട്ടത്തിലെ ഈ 1947 പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാലഘട്ടം മാറുന്നതനുസരിച്ച് ഡെവലപ്മെന്റ്സ് മാറുമ്പോഴാണ് മാറ്റങ്ങൾ വരേണ്ടത്. ഈ 10-12 വർഷം കൊണ്ടാണ് ലോകത്ത് മാറ്റം വരേണ്ടത്. ആ മാറ്റം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നു? കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുഞ്ഞുങ്ങളും ഇത് പഠിച്ചു വെക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. ഒരു മാനിഫെസ്റ്റോ, നിങ്ങൾ പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ ഒരു പ്രദേശത്ത് മത്സരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മത്സരിച്ച് അവിടെ ജയിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും, മാഗസിൻ നല്ലത് കൊണ്ടുവരും, നിങ്ങളുടെ ആവശ്യങ്ങൾ യൂണിവേഴ്സിറ്റി പറയും. ഞാനൊക്കെ അനേകം പ്രാവശ്യം കേരള യൂണിവേഴ്സിറ്റി കൗൺസിലറായ ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ കോളേജ് യൂണിയൻ ചെയർമാനുമായിട്ടുണ്ട് ബദ്രിയിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ വാഗ്ദാനം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ആ വാഗ്ദാനം പിന്നെ നടക്കപ്പെടുന്നുണ്ടോന്നുള്ള ഒരു മോണിറ്ററിങ് ഇല്ല. അതാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ഞാൻ കാണുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ജനസേവനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണോ? അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന മുദ്രാവാക്യം മാത്രം പോരാ, മനസ്സിലാവുന്നോ? ഒരു നേതാവ് ഒരു റോഡ് തകർന്നാൽ അതിന് പരാതി പറയണം. ഞാനിപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ പോയ ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മുടെ എൻ്റെ അമ്മയും കൊണ്ട് ഞാനിവിടെ പോയി, ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. അപ്പോൾ വീൽ ചെയർ ഇല്ല. അപ്പോൾ ആ വീൽ ചെയർ വിഷയത്തിനകത്ത് നമ്മൾ പ്രതികരിച്ചു. അനേകർ വീൽ ചെയർ കൊടുക്കാൻ തയ്യാറായി. കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രി ഇപ്പോൾ വീൽ ചെയർ സഫീഷ്യന്റ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പരീക്ഷാ ഭവനിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര വെള്ളപ്പൊക്കം. സിജോ കുഞ്ഞാണ്ടിയുടെ കൂടെ പോയി. ഭയങ്കര വെള്ളക്കെട്ട്. നമുക്ക് അങ്ങനെ എടുത്തിയാടി ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, കുറേ നാളുകളായി നിൽക്കുന്നൊരു സംഭവം. അത് നമ്മളവിടെ പരാതിപ്പെട്ടു. അതിനൊരു മാറ്റം വന്നു. അത് ട്രഷറിയിൽ ഒരു കസേരയുടെ പ്രശ്നം വന്ന് അത് നമ്മൾ പരാതിപ്പെട്ടു, അത് മാറി. പിന്നെ വേറെ
ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ അതിൽ വ്യത്യസ്തമായ ഇടപെടലുകൾ ഉണ്ടാവും. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ട ഒരു സാധനമല്ല. ഇതെന്താണ്, ഒരു ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതാണ്. ഐഡിയ കിട്ടിയോ? അപ്പം ആ ഒരു കാഴ്ചപ്പാട് ആരെ പഠിപ്പിക്കണം? നമുക്കൊരു പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ യുവജനങ്ങളെ പഠിപ്പിക്കേണ്ടത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസാണ്. ഒരു പ്രശ്നത്തെ കണ്ടാൽ ആ പ്രശ്നം നമ്മളൊരു ഓർക്കുന്നുണ്ടോ, ഒരു ദിവസം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ വേസ്റ്റ് കൂട്ടിയിട്ട് നമ്മൾ ഉടനെ അത് യഥാർത്ഥത്തിൽ അതൊന്ന് ഫേസ്ബുക്കിലിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്ത്. പക്ഷെ ഒരു കാരണവശാലും ഫേക്കായിട്ടുള്ള വാർത്ത കൊടുക്കരുത്. ഫേക്കാണെന്ന് നമുക്ക്, ഞാനിപ്പോൾ ഒരു കാര്യത്തിനകത്ത് ഇപ്പം കഴിഞ്ഞൊരു ദിവസം ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ പക്ഷെ ഞാനത് പറയുന്നതിന് മുമ്പ് ഞാനത് ഗൂഗിളിലും അവൈലബിൾ ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകളായാലും എടുത്ത് നോക്കും. അല്ലാതെ നമ്മൾ പറയരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. ജനത്തിനു വേണ്ടി സംസാരിക്കുന്നവനാണ് നേതാവ്. അവൻ മരിച്ചാലും ജീവിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ നേതാവ് പോകുന്ന വഴിക്ക് അങ്ങ് പോകും. മനസ്സിലാവുന്നു? അപ്പോൾ ജനപ്രതിനിധികളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അതായത് ഞാൻ അതിൻ്റെ ആധികാരികത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, എന്നാലും ഞാൻ പറയാം. ജവഹർലാൽ നെഹ്റു ഒരു സ്ത്രീ അയാളുടെ കോളറിൽ പിടിച്ചു. അപ്പൊ അവനത് പറഞ്ഞ ആശയം നോക്കിയാൽ മതി. ഈ സ്വാതന്ത്ര്യം ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഒന്നുമില്ലാതെ ചവച്ചരച്ച് തുപ്പിക്കളഞ്ഞ ചണ്ടിയെ പോലെ ആയിരുന്നു, കരിമീൻ ചണ്ടിയെ പോലെ എടുത്ത് കളഞ്ഞതാ. ആ ഇന്ത്യയാണ് അയാൾ നൂത്തുകൊണ്ട് വന്നത്. പക്ഷെ അവിടെ കൊടുത്ത വലിയൊരു സംഭവം എന്താണ് അയാൾ പറഞ്ഞതെന്നറിയാം? നിങ്ങൾ എൻ്റെ കോളറെ, ഒരു പ്രധാനമന്ത്രിയുടെ കോളറെ പിടിച്ച് സംസാരിക്കാൻ, ചോദ്യം ചെയ്യാൻ തന്ന ആ സ്വാതന്ത്ര്യമാണ് നമുക്കിപ്പോൾ ആസ്വദിക്കുന്നത്. അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ സമരം ചെയ്തേ. അപ്പോൾ ഒരു സമരം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ ജനപ്രതിനിധികളെ വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ മനസ്സിലായോ? അതോടൊപ്പം തന്നെ വിമർശനത്തോടൊപ്പം പരിഹാര മാർഗങ്ങളും സംസാരിക്കാൻ പറ്റണം. മനസ്സിലായോ? വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം അവരെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു കലാലയമാണ് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ എന്തോ വേണമെന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഇന്ത്യയിൽ ഒരു കറപ്ഷൻ ഭയങ്കരമായി വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കുട്ടികൾ വന്നു. അപ്പം ജനങ്ങൾക്കുള്ള പ്രതീക്ഷ ഒപ്പോസിഷൻ പാർട്ടിയേക്കാൾ കൂടുതൽ യുവാക്കളോട് വന്നു. മനസ്സിലാവുന്നു? ആ ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിച്ചോണം, ഒരു കാരണവശാലും യുവജന രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ വെറുപ്പിന്റെ ആയിരിക്കരുത്. ഇനി വരുന്ന കാലഘട്ടത്തിന്റെ കുട്ടികൾ ഒരിക്കലും രാഷ്ട്രീയത്തോടൊപ്പം തന്നെ രാഷ്ട്രീയം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രസംഗിക്കാൻ പാടില്ല. ജാതി, മതം, കറുപ്പ്, വെളുപ്പ്, ഇതാരാ ചെയ്യുന്നേ? ഇത് ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? മുതലെടുപ്പ് രാഷ്ട്രീയക്കാരായിരിക്കും. അവർക്ക് കഴിവില്ലാത്തവരാ. അവരെപ്പോഴും ഏതെങ്കിലും ഒരു കാലത്തേക്ക് നമ്മളെ ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തേക്ക് ചൂണ്ടിക്കാണിക്കും. നിങ്ങളും അതിനകത്ത് പൊയ്ക്കോണമെന്ന് പറയും. കാരണം എന്താ? യവനറിയാം യവന് കഴിവില്ല. യവൻ ഇന്നത്തെ രാഷ്ട്രീയത്തെ പറ്റി മനസ്സിലാക്കത്തുമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ടെക്നോളജിക്കലായിട്ടാണ്. മനസ്സിലായോ? അവിടെ മതമോ ജാതിയോ ഭാഷയോ വർണ്ണമോ വർഗീയതയോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, യുവാക്കളുടെ രാഷ്ട്രീയത്തിൽ എന്തുണ്ടാവരുത്? അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അല്ല. യുവാക്കളുടെ രാഷ്ട്രീയത്തിൽ മതം കലർന്നു പോകരുത്. ഐഡിയ കിട്ടിയോ? അത് യുവാക്കളുടെ എന്ന് പറഞ്ഞാൽ ആദ്യം യുവാക്കളുടെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സമൂഹത്തെ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിക്ക് ആദ്യം വന്നപ്പോൾ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. പപ്പു എന്നുള്ള കൺസെപ്റ്റൊക്കെ യഥാർത്ഥത്തിൽ BJP പൈസ കൊടുത്തു. പിന്നെ എത്ര 1000 കോടി രൂപ ചെലവഴിച്ച് അവന്മാർ സോഷ്യൽ മീഡിയയിലൂടെ, അവന്മാർക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര ഭയമാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആലോചിച്ചോണം. അപ്പോൾ യുവാക്കൾ ആദ്യം സമൂഹത്തെ മനസ്സിലാക്കണം. ഇന്ദിരാഗാന്ധി പഠിച്ചതുപോലെ നിങ്ങൾ വായിക്കണം, ഇന്ത്യയെ കണ്ടെത്തണം, ഇന്ത്യയിലെ ജനങ്ങളെ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങളെ കണ്ടുകൊണ്ട് ഉത്തരേന്ത്യയിൽ കൈകാര്യം ചെയ്യാൻ നിൽക്കരുത്. കേരളത്തിൽ ഒരു റെയിൽവേയിൽ എല്ലാവരും ടിക്കറ്റ് എടുക്കും. ഉത്തരേന്ത്യയിൽ പോയി എല്ലാവരും ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഓടിക്കും.
മനസ്സിലാവുന്നു? അവിടുത്തെ കൺസെപ്റ്റ് അവർക്ക് ഒരിക്കലും കേരളത്തെ പോലെ ആകാൻ പറ്റത്തുമില്ല. നമ്മൾ വിചാരിക്കും ആകാൻ പറ്റും, അവർക്ക് ഒരിക്കലും ആ ചിന്താഗതിയിലേക്ക് വരാൻ പറ്റത്തില്ല. ഇന്നലെ അവരെന്ത് ചെയ്തു? അവർക്ക് ഒരു പ്രശ്നവും നടക്കുന്നില്ല, ഇവിടുത്തെ ജാതി അങ്ങോട്ട് കത്തുന്നില്ല. അതുകൊണ്ട് അവരെന്തോ ചെയ്ത് ഇന്നലെ പോയി ആഗ്രയിൽ താജ്മഹലിൽ പോയി പൂജ നടത്താൻ പോകും. മനസ്സിലായ? എന്തെങ്കിലും തന്നെ ദൈവത്തെ പ്രകീർത്തിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് ഘോഷയാത്ര നടത്തുന്ന, ഗംഗാജലവും വഹിച്ചുകൊണ്ട് പോകുന്ന യാത്രയിൽ പോലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിലാവുന്നു? ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് കാരണം മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഒരു പോയിന്റ്, ഞാൻ ഈ പറയുന്നതെല്ലാം യുവാക്കളുടെ രാഷ്ട്രീയത്തെ പറ്റിയാണ്. അവരിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രാദേശികപരമായുള്ള വിഷയങ്ങൾ, സാമൂഹ്യപരമായ വിഷയങ്ങൾ, ദേശീയ തല രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു, നമ്മുടെ 29 സംസ്ഥാനങ്ങളിലെ കൾച്ചർ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആഹാരവും ഇതുമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറാൻ. മനസ്സിലാവുന്നു? അതോടൊപ്പം തന്നെ പരിസ്ഥിതിയെ പറ്റി ബോധമുള്ളവരായിരിക്കണം. നമ്മുടെ പരിസ്ഥിതി അതിനോടൊപ്പം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പരിസ്ഥിതി കർത്താക്കളുടെ കൂട്ടല്ല, അവര് വികസനത്തെ എതിർത്തും ഒക്കെ അങ്ങ് ഫുൾ ടൈം അവരങ്ങനെ പറയും. കാരണം അവർക്ക് ചാനലിൽ വരാനുള്ളൊരു വഴിയായിട്ടാണ് ഇതിനെ കാണുന്നത്. മനസ്സിലായോ? ആ ഒരു കൺസെപ്റ്റ് അതും പാടില്ല. കാരണം വികസനം എന്ന് പറയുന്നത് പരിപൂർണമായി പ്രകൃതിയോടും മനുഷ്യനോടും മൃഗങ്ങളോടും സർവ്വചരാചരങ്ങളോടും പരിഗണന കൊടുത്ത് ഒരു സന്തുലിതാവസ്ഥ നിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മൃഗങ്ങളെ എല്ലാം കൊന്നൊടുക്കാൻ പാടില്ല. അവരുടെ കാട് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടണം. അപ്പൊ അതുകൊണ്ട് അന്നേരം എന്താ ചെയ്യണ്ടേ? അതിൽ ഏറ്റവും ഉപരി ഇപ്പൊ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, ഇന്ത്യ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നില്ല. ഇവരെന്ത് ചെയ്യുന്നു? അധികാരം പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു പരത്തുന്നു, ഫേക്കായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്നു. അതിലുപരി ഈ 10 വർഷം കൊണ്ടാണ് ലോകം മാറിയത്. അപ്പൊ മനസ്സിലായോ? ഈ AI യുഗം വന്നത് ഇപ്പോഴാ, കൺസെപ്റ്റ് മൊത്തം മാറിയതും ഇപ്പോഴാ. നമുക്കത് പറഞ്ഞാൽ ആ ഒരു സമയം നമ്മൾ ഇല്ലാതായി പോരുത്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതിയെ പറ്റിയും സ്കൂളുകൾ നവീകരണത്തിന്റെ ആവശ്യകത, സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി, സ്കൂളുകളുടെ സിലബസ് മാറുമ്പം, പരീക്ഷകളുടെ പ്രശ്നം മാറുമ്പോൾ രക്തം സംഭാവന ചെയ്യുന്നത്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം യുവാവ് രാഷ്ട്രീയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. അതിന് അഴിമതി എന്താണെന്ന് പഠിക്കണം. മനസ്സിലാവുന്നോ? അഴിമതി, ഏറ്റവും വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുത്തെ വലിയൊരു പ്രശ്നം ഹെൽമെറ്റ് ഇടാതെ പോകുന്നതായിരിക്കും അവർ പറയും. ഹെൽമെറ്റ് പോണത് സിസ്റ്റമാണ്, അതെല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യും. അങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കണം. എന്ത് പൂക്കളോ? ആ, ഓണത്തിന് വേണ്ടി പൂക്കളാക്കി. ആ, എന്തിട്ടത് നന്നായെന്നുള്ളത്. അപ്പൊ രാഷ്ട്രീയത്തിന് എന്ത് വേണം? രാഷ്ട്രീയത്തിൽ അറിവ് അനിവാര്യമാണ്. മനസ്സിലാവുന്നു? നമ്മുടെ ഈ കാലഘട്ടത്തില് ഭരണഘടന വായിക്കണം, നിയമങ്ങൾ അറിയണം, ബഡ്ജറ്റ് മനസ്സിലാക്കണം, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കൊണ്ടുവരുന്ന നിയമങ്ങൾ മനസ്സിലാക്കണം, പാർലമെന്റിന്റെ ചുമതലകൾ മനസ്സിലാക്കണം, ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ്, അങ്ങനെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളായിരിക്കണം. മനസ്സിലായോ? യുവജന രാഷ്ട്രീയ വികസനം ചർച്ച ചെയ്യപ്പെടണം. അതായത് കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യപ്പെടാൻ അവരെ കൊണ്ട് കഴിയണം. എന്തുകൊണ്ട് സാറേ? ഇതാരാ ഈ ചെടിയൊക്കെ നട്ടേക്കുന്നേ? പഞ്ചായത്താണോ? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓണത്തിന് ഞങ്ങളങ്ങ് പറിച്ചോണ്ട് പോകും. ഇനി ആരെങ്കിലും പറിച്ചാലും ഞങ്ങൾ എന്നാലും സാരമില്ല. എന്നാലും ഇപ്രാവശ്യം നമ്മൾ പറിച്ചോണ്ട് പോവാം, ഇത്രയെങ്കിലും വന്നല്ലോ. ഓക്കെ. അപ്പം യുവജന രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമായിരിക്കണം. ഐഡിയ മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഞാൻ ചെടിയിലായിപ്പോയി. മനസ്സിലായോ? അതുപോലെ തന്നെ പരിസ്ഥിതി രാഷ്ട്രീയം ഒരു വിഷയമായിരിക്കണം. നദി സംരക്ഷണം, തോടുകൾ സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയും ഇതൊക്കെ ചിന്തിക്കണം. അപ്പൊ യുവാക്കളുടെ രാഷ്ട്രീയം, നീ ഇപ്പൊ രാഷ്ട്രീയത്തിൽ വരും, ഇതെല്ലാം ചിന്തിക്കേണ്ടതാ. ഞാൻ അതുകൊണ്ട് പറയാ, സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം. തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളുടെ തീരുമാനമെല്ലാം ആണുങ്ങൾ എടുക്കാൻ നിൽക്കുന്നുണ്ട്, പല പ്രശ്നം ഉണ്ടാകും. മനസ്സിലായി? അത് ആരാ മനസ്സിലാവേണ്ടത്? സ്ത്രീക്ക് മനസ്സിലാവണം. അവിടെയാണ് സുരക്ഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകണം, തുല്യ അവസരം ഉണ്ടാവണമെന്ന് പറയും. ഇതിനകത്തൊക്കെ വരുമ്പോഴേ ഉണ്ടാവും. ഐഡിയ കിട്ടിയോ? അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന ആ ഒരു ഇത് അവിടെ ഉണ്ടായെന്നിരിക്കത്തില്ല. സ്ത്രീ അവരുടെ അവകാശങ്ങളിൽ ബോധവാന്മാരായിരിക്കണം. ഇപ്പൊ ഈ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും ജനങ്ങളോടൊപ്പം ഉണ്ടാവണം. മനസ്സിലാവുന്നോ? അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്.
അവർ വിളിച്ച തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം പോരാ, ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ നമ്മളിപ്പോൾ അറിയാൻ പറ്റത്തില്ല. അവർ വിളിക്കുക, നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഒന്ന് കൂടെ കൂടാമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സഹായിക്കണം. യുവാക്കൾ എന്ത് ചെയ്യണം? പ്രശ്നങ്ങൾ മാത്രം പറയാതെ ഈ പരിഹാരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഇപ്പൊ ഇന്ത്യയിൽ അതാണ് സംഭവം, മനസ്സിലാവണോ? ഈ പരിഹാരങ്ങൾ പറയാൻ പറ്റണം. പരാതി, പഠനം, പദ്ധതി, നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് ഇത് ചെയ്യണം. ഒരു പരാതി പറഞ്ഞാൽ ആ പരാതിയെ പറ്റി പഠിക്കണം, പഠിച്ചിട്ട് അതിനകത്തൊരു പദ്ധതി രൂപീകരിക്കണം, നിർദ്ദേശം സ്വീകരിക്കണം, എന്നിട്ടേ നടപ്പിലാക്കാവൂ എന്നൊക്കെ വരുന്ന തലത്തിലേക്ക് യുവാക്കളുടെ രാഷ്ട്രീയം മാറുമ്പോൾ കറപ്റ്റഡ് അല്ലാത്തതായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റും. ഐഡിയ കിട്ടുന്നു? ജനാധിപത്യത്തിൽ ഒരു എതിരാളി എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യത്തിൽ അതാണ് പ്രതിപക്ഷ നേതാവ് മോദിയെ ചെന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറയാം. എന്നെ തമാശ പറയാം. പ്രതിപക്ഷ രീതിയിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ തുല്യമാണ്. അത് കറപ്ഷൻ മാറ്റി പറയാൻ വേണ്ടി അതിനാണ് പ്രതിപക്ഷ നേതാവിനെ വെക്കുന്നത്. അവിടെ വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, ആശയങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് ആ വിഷയം. മനസ്സിലായോ? ആശയപരമായ ഭിന്നത ഉണ്ട്, പക്ഷേ നമ്മൾ എന്ത് വരും? വ്യക്തിപരമായ വിദ്വേഷം വെക്കരുത്. അത് രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല. അതൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് അയാൾ പറയുന്നത്. അങ്ങനെ ഉണ്ടായ ജനാധിപത്യം ദുർബലമായി പോകും. മനസ്സിലാവുന്നോ? ഇതിന്റെ എല്ലാം ബേസ് ആയിട്ട് വരേണ്ടത് ഒരു സംവാദങ്ങളാണ്. അത് സംവാദങ്ങൾ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെ പറ്റി പഠിക്കണം. അങ്ങനെ ഒരു സംവാദം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കിട്ടുന്നില്ല ജനങ്ങൾക്ക്. രാഷ്ട്രീയത്തിൽ സത്യസന്ധത, ഇല്ല ഗാന്ധിജി പറയുന്നതിനോട് ഏറ്റവും വലിയൊരു ചെക്ക് ബുക്കാണ് എന്തെന്ന് പറയുന്നത്? സത്യസന്ധത എന്ന് പറയുന്നത്. ട്രൂത്ത് ഈസ് മൈ വെപ്പൺ എന്ന് പറയുന്നത്. അപ്പം സത്യസന്ധത രാഷ്ട്രീയത്തിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രാവിലെ വന്ന് എന്നെ അങ്ങ് വിളിച്ചുകൊണ്ട് പോവാ ഫുൾ ടൈം. ഞാനും കുടുംബമൊക്കെ ജീവിക്കണ്ടേ? അതല്ല, ഗാന്ധിജി പോകുമ്പോൾ കക്കൂസ് കൂടെ പോകുമായിരുന്നു. അതിന് ചിലവൊക്കെ ഉണ്ട്, ഗാന്ധിജി വരുന്നതിന് ചിലവുണ്ട്. മനസ്സിലായോ? അതല്ല ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അതും അതിൻ്റെ കൂടെ നടന്നു പോകേണ്ടതാണ്. ചിലർ അത് മാത്രം എടുത്ത് പിടിച്ച് പൊക്കിക്കൊണ്ടുവരും. മനസ്സിലാവുന്നോ? ചിലർ ഹെലികോപ്റ്ററിൽ വന്ന്, ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ ചിലപ്പോൾ ഹെലികോപ്റ്ററിൽ വരും, ചിലപ്പം പ്ലെയിനിൽ വരും. കാരണം അയാളുടെ സമയത്തിന് ആ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ നിയമങ്ങളൊക്കെ ഒരുവിധം പാലിക്കണം, മാതൃകയായിരിക്കണം ഒരു യുവാക്കൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പം യുവാക്കൾ ചുമ്മാ വന്ന് രാഷ്ട്രീയത്തിൽ വന്ന് കൊടി പിടിച്ചുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ വരുന്നവരായിരിക്കരുത്. കൊടി പിടിക്കുന്ന കൈകൾ എന്ത് ഇരിക്കണം? അധ്വാനിക്കുന്ന കൈകളായിരിക്കണം. ഹായ്, മനസ്സിലാവുന്നു? അവർക്ക് നാടിൻ്റെ ഭാവി അവരിലാണ്. അവരുടെ മുദ്രാവാക്യങ്ങൾ ജനങ്ങളെ ആവേശത്തിലാക്കുന്നതായിരിക്കണം, അവരോടൊപ്പം നിൽക്കുന്നതായിരിക്കണം. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇതാണ് എനിക്ക് യുവാക്കളുടെ രാഷ്ട്രീയ പ്രവേശനവും ഇന്നത്തെ ചിന്താഗതിയുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. മനസ്സിലായോ? എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ജീവിതത്തിൽ ഒരു നല്ല രാഷ്ട്രീയ കൺസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ആമാശയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത്. അവർക്ക് നാടിൻ്റെ നന്മ, ഇവിടെ തന്നെ ഈ കാട് കയറി കിടക്കുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ ജനങ്ങളുമായി ഒരു ലൈസൺ ഉണ്ടായാൽ മാത്രമേ ഇത് ഡീൽ ചെയ്യാൻ പറ്റൂ. മനസ്സിലാവുന്നോ? അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ ഇവിടെ എന്ത് വരുന്ന പ്രശ്നം? പലതരത്തിലുള്ള ബന്ധുക്കൾ തമ്മിൽ പ്രശ്നം, വർഗീയ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം എല്ലാം വെച്ചിട്ട് ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്താൽ കൊടുക്കുക. ഐഡിയ കിട്ടിയ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കൂടെ നിൽക്കുകയും ചെയ്യണം. ഇലക്ഷൻ സമയത്ത് പാർട്ടി ഉണ്ടാവും, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു തലം ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നല്ല രീതിയിലുള്ള ഒരു